എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്ന വിഷയത്തിന്റെ മറ്റൊരു അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. കേവലം ഒരു വ്യക്തി മാത്രമല്ല, വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കൊക്കെ വ്യക്തിത്വം അവകാശപ്പെടാനായിട്ട് കഴിയും. എന്നാൽ നമ്മെപ്പോലൊരു വ്യക്തിയല്ല പരിശുദ്ധാത്മാവ്. അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ സത്യവും ബൈബിള് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ചിലരൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് ബഹിർഗമിക്കപ്പെട്ട ഒരു ശക്തിയാണ് എന്നാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വായിച്ചു നോക്കിയാൽ യഹോവയായ ദൈവത്തെ ദൈവം എന്ന നിലയിൽ തന്നെ ബൈബിൾ വിശദീകരിക്കുന്നു, പഠിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പുത്രനെയും ക്രിസ്തുവിനെയും ദൈവം എന്ന വിശുദ്ധ ബൈബിളിലൂടെ വ്യക്തമായിട്ട് ദൈവമാണ് എന്നുള്ള വെളിയിട്ടുള്ള ഏറ്റവും ഗ്രഹീതമായ ഒരു സത്യമാണ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും വിത്തങ്ങളാടിപ്പിക്കൊക്കെ നിലവിലുണ്ട്. എന്നാൽ വേദത്തിലൂടെ പൗലോസ് എഴുതിയ ലേഖനം അതിന്റെ 2 അധ്യായം 11 വാക്യത്തിൽ ഇതിനെ മഹാദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. അവൻ മഹാദൈവമാണ് എന്ന് തന്നെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ലേഖനം 5:20 വാക്യത്തിൽ സത്യമാണെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം 9 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ സർവത്തിനും മീതെ ദൈവമാണ് പറയുന്നത്. ഒരുപാട് പുസ്തകത്തിൽ സർവശക്തിയുള്ള ദൈവം എന്ന് പുത്രനെ കുറിച്ച് പറയുന്നതും നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പഴയ നിയമത്തിലുമുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് താൻ ദൈവമാണെന്ന് പറയുന്ന വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 9 അധ്യായത്തിന്റെ 6 വാക്യം യെശയ്യാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണ്. ജനിക്കുവാൻ പോകുന്ന ശിശുവിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. വളരെ പരിചിതമായ വാക്ക്. നമുക്ക് ജനിക്കും, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമറി വീരനാം ദൈവം നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. അവിടെ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചന ഭാഷയിൽ പറയുമ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു പേര് വീരനാം ദൈവം എന്നാണ്, മൈറ്റി ഗോഡ്. ഇത് യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന പേരാണ്. അതിലും ഈ ക്രിസ്തുവിന്റെ ദൈവം ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ചില വേദവാക്യങ്ങളാണ് ഞാൻ വേഗത്തിൽ സൂചിപ്പിച്ചത്. പിതാവായ ദൈവം പുത്രയുമേച്ചതും വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. എബ്രായ ലേഖനം 1 അധ്യായത്തിന്റെ 8 വാക്യം. ഇങ്ങനെ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും വളരെ വ്യക്തമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പിന്നീട് യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളും തന്റെ പഠിപ്പിക്കലുകളും താൻ മരണത്തെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതെല്ലാം തന്റെ ദൈവത്വത്തിന്റെ തെളിവുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മരണത്തെ ഉയർത്തെഴുന്നേറ്റതിലൂടെ താൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവീക തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഉൾപ്പെടുന്ന ഏക ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം, ത്രിയേക ദൈവം. പിതാവ് എങ്ങനെ ദൈവമായിരിക്കുന്നു, പുത്രൻ ഏത് നിലയിൽ ദൈവമായിരിക്കുന്നു, അതിലൊട്ടും കുറയാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇത് ഇപ്പോൾ ചിലർക്കൊക്കെ തോന്നാം പിതാവ് ദൈവം, ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, ഇങ്ങനെ 3 ദൈവങ്ങളുണ്ടോ എന്ന് തോന്നാം. ആ നിലയിൽ 3 ദൈവങ്ങളെ അല്ല വേഗം പഠിപ്പിക്കുന്നത്. ഈ 3 വ്യക്തിത്വങ്ങളും ദൈവത്വം ഉള്ളവരാണ്. അതേ സമയത്ത് ഈ 3 കൂടെ കൂടുന്ന ഏക ദൈവത്തെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഏക ദൈവം എന്നുള്ള ആശയം തന്നെ ഈ നിലയിൽ വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ നിലയിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം ഏക ദൈവമാണ്. എന്നാൽ പിതാവ്, പുത്രൻ, ശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യത്യസ്ത വ്യക്തിത്വമാണ് ഈ ഏക ദൈവത്വത്തിലുള്ളത്. അതുകൊണ്ടാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തെ ത്രിയേക ദൈവം എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യനിലും 3 ഘടകങ്ങളുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെയുള്ള 3 വ്യത്യസ്ത ഘടകങ്ങളോട് കൂടിയവനാണ് മനുഷ്യൻ, ഞാനും നിങ്ങളും. അതുപോലെ തന്നെ നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ ഏകം എന്നതിൽ ബഹുത്വമുള്ള പലതിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു രാത്രിയും ഒരു പകലും കൂടെ ചേരുമ്പോഴാണ് ഒരു ദിവസമായി തീരുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിനകത്തുമുണ്ട് ഒരു ബഹുത്വം. ഒരു രാവുണ്ട്, ഒരു പകലുണ്ട്. പിന്നീട് കുടുംബജീവിതത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോഴും നമുക്കറിയാമല്ലോ, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നിടത്ത് 2 വ്യക്തികളാണ്. പക്ഷേ അവരെക്കുറിച്ച് പറയുന്നിടത്ത് അവരിരുവരും ഏകദേഹമായി തീരുമെന്നാണ് പറയുന്നത്. അവിടെയും ഏകം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ അതിനുള്ളിലുണ്ട്. അപ്പോൾ ബൈബിളിലും പുറത്തും നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ഈ ഏകത്വം നിർവചിച്ചിട്ടുണ്ട്. അത് ദൈവത്വത്തിലും നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിന് പല പരിഭാഷകളുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ പല വെർഷൻസ് ഉണ്ട്. അതിൽ കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പുരാതനമായ ഒരു ഇംഗ്ലീഷ് വെർഷൻ ഉണ്ട്. ആ കിങ് ജെയിംസ് വേർഷനിൽ യോഹന്നാന്റെ 1 ലേഖനം
5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. The Father, the Word and the Holy Ghost, and these 3 are one. ഇവിടെ ഫാദർ പിതാവാം ദൈവത്തെയാണ്. ദ വേർഡ്, യോഹന്നാൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദ വേർഡ് എന്നുള്ളത് യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള ഒരു പേരാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ അത് പുത്രനെ, അതിന്റെ 14-ാം വാക്യം യോഹന്നാൻ 1:14 പറയുന്നുണ്ട്, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ക്രിസ്തുവിലേക്കാണ് അത് വിരൽ. ഇന്ന് നാം പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തിലേക്ക് പ്രഭുവാനായിട്ട് പോകുകയാണ്. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത് പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവത്തിന് മാത്രമുള്ള സവിശേഷതകൾ എന്താ? ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ദൈവത്തിന് ദൈവം എന്ന നിലയിൽ അവകാശപ്പെടാൻ കഴിയുന്ന ആ സവിശേഷതകൾ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയുന്നതല്ല. ദൈവീക ഗുണവിശേഷങ്ങൾ എന്ന് പറയാം, ദൈവീക സവിശേഷതകൾ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമുള്ള ആ സവിശേഷതകൾ അത് മറ്റാരിലേക്കും പകരുവാൻ കഴിയുന്നതല്ല, നമ്മിലേക്ക് പകരപ്പെടുന്ന സ്വഭാവ സവിശേഷതകളല്ല, ദൈവത്തിന് മാത്രമുള്ള സവിശേഷതകൾ. ഇന്നും ഞാൻ പറയട്ടെ, ഈ ചിന്തിക്കാൻ പോകുന്ന സവിശേഷതകൾ ആർക്കെങ്കിലും ഉണ്ടെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ അവരും ദൈവമാണെന്ന് സമ്മതിക്കേണ്ടി വരും. എന്നാൽ ഈ പറയപ്പെടുന്ന സവിശേഷതകൾ ലോകത്തിൽ ജനിച്ചിട്ടുള്ള ആർക്കും അവകാശപ്പെടാൻ കഴിയുന്ന സവിശേഷതകളല്ല, അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. അതിലൊന്നാമത്തതാണ് നിത്യത എന്ന് പറയുന്നത്. എന്താ നിത്യത എന്ന് പറഞ്ഞാൽ? ചുരുക്കി ഇങ്ങനെ പറയട്ടെ, പിതാവിനെ പുത്രനെ കുറിച്ചൊക്കെ നിത്യതയുള്ളതായിട്ട് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവായതുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക്, അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. പരിമിതപ്പെടുത്തി ഇങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ നിത്യത എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആദിയും അന്തവും ഇല്ലാത്തത് എന്നുള്ള നിലയിലാണ്. തിരുവെഴുത്തിൽ പല നിലകളിൽ പറയുന്നുണ്ട്. തിരുവെഴുത്തിൽ പറയുന്നത് ഇങ്ങനെയാ, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ആദിയും അവസാനവുമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ആരംഭവും അവസാനവും ഇല്ലാത്തത് എന്ന തുടങ്ങിയത് എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ഭൂതകാലത്തോടുള്ള ബന്ധത്തിൽ സകലത്തിൻ്റെയും ആരംഭമായിട്ട് പറയുവാൻ കഴിയുമെങ്കിൽ അന്നും അതിൻ്റെ പിന്നിൽ അതിൻ്റെയും സൃഷ്ടാവായി ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ആരംഭത്തിൽ അവൻ ഉണ്ടായിരുന്നു. പുറകോട്ട് നോക്കി ആരെങ്കിലും ഇത്ര വർഷം മുമ്പ് ഇതൊക്കെ തുടങ്ങിയത്, ലോകം ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ അന്നും ദൈവം ഉണ്ടായിരുന്നു എന്നാണ് ആ ആശയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഭാവി കാലത്തോടുള്ള ബന്ധത്തിലും നിത്യനാണ് ദൈവം. ദൈവം എന്നേക്കുമുള്ളവനാണ്. ഇന്നലെ, ഇന്ന്, നാളെ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഭൂത വർത്തമാന ഭാവി വൈവിധ്യങ്ങളൊന്നുമില്ല. അവൻ എന്നും വർത്തമാനകാല അവസ്ഥയിലാണ്. അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന്. ഈ നിത്യത അവകാശപ്പെടാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. നമുക്കറിയാം, നമുക്ക് ആ നിത്യതയില്ല. ഞാനും നിങ്ങളും തുടക്കമുള്ളവരാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചതോടെ തുടങ്ങിയത്, അല്ലെങ്കിൽ എന്ന് നാം നമ്മുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ ഉരുവായോ അന്ന് നമുക്കൊരു ആരംഭം കുറിക്കട്ടെ. അവിടെ നാം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഒരു പക്ഷേ വചനത്തിലൂടെ നമുക്കും ഒരു ഭാവിയുണ്ട്. വേദപുസ്തകം പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നതല്ല, നിത്യമാ, ഇറ്റേണല, എന്നേക്കുമുള്ളതാണ്. അപ്പം മുൻപോട്ട് നോക്കി നമുക്കൊക്കെ ഒരു നിത്യതയുണ്ട്. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കും ഉണ്ട് കേട്ടോ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും എന്നേക്കും നരകത്തിൽ വസിക്കാൻ പോകുകയാണ്. അതിന് നിത്യജീവനെന്നല്ല പറയുന്നത് എന്ന് മാത്രം, നിത്യമായ മരണം എന്നാ പറയുന്നത്. നമുക്ക് നോക്കാം, ശുദ്ധാത്മാവിനെ കുറിച്ച് ശുദ്ധാത്മ നിത്യനാണ് എന്ന് പറയുവാൻ കഴിയുമോ? എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് ശ്രദ്ധിച്ചു കാണുമല്ലോ. നിത്യത എന്ന സവിശേഷത പരിശുദ്ധാത്മാവിനുള്ളതായി മറ്റൊരു പ്രധാനപ്പെട്ട സവിതയാണ് ഒംനിജിയൻസ് അഥവാ സർവജ്ഞാനി എന്നുള്ള ആ പ്രത്യേകത, സകലവും അറിയുന്നവൻ എന്നുള്ള ആ പ്രത്യേകത. ഇതും വെളിപ്പെടുത്തുന്ന ചുരുക്കം ചില വേദഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളിലൂടെയും മറ്റും അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്,
എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അവൻ നിങ്ങൾ എന്തുപദേശിച്ചും അകലുപദേശിച്ചും എന്ന് പറയുന്നത്. പിന്നീട് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവിടെ പരിശുദ്ധാത്മാവിന്റെ ഈ സവിശേഷതയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. പരിശുദ്ധാത്മാവ് ആരാഞ്ഞു ദൈവത്തിന്റെ ആഴങ്ങളെയും ആരാഞ്ഞ് അറിയുന്നു. അപ്പൊ ആ നിലയിൽ അകലും അറിയുന്നതാണ് എന്ന് ഇവിടത്തൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് ദൈവിക സവിശേഷതകളിൽ അടുത്തതാ, അതും പരിശുദ്ധാത്മാവിനുണ്ട് എന്ന് ഈ വേദവാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റൊരു പ്രത്യേകത, ദൈവത്തിന് മാത്രമുള്ള സവിശേഷത സർവശക്തൻ എന്നുള്ളതാണ്. ദൈവം സർവശക്തനാണ്. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ അതിനെ കാണും. അത് തെളിയുന്ന ഒരു ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. ശേഷം അതിന്റെ 30-ാമത്തെ അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിലവിലും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവം വിളിക്കപ്പെടും. ഇത് ദൈവത്തെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് പറയുന്ന വാക്കുകൾ. മറിയ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ മറിയയ്ക്കത് ആദ്യം സംശയമായിട്ട് തോന്നി. പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ ഒരു ജന്മം നൽകും? അവൾ ആ സമയം തിരിച്ചോട് ചോദിച്ചപ്പോൾ ദൂതൻ കൊടുത്ത മറുപടിയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേലും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. വിശുദ്ധാത്മാവ് വരുമ്പോൾ കിട്ടുന്ന ശക്തിയെ അത്യുന്നതന്റെ ശക്തി എന്ന് ശേഷിപ്പിച്ചിരിക്കുന്നു. അത്യുന്നതൻ തരുന്ന ശക്തി അഥവാ ദൈവിക ശക്തിയായി അതിനെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് സർവശനാണ് എന്ന ആശയം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിശേഷം സർവ്വവ്യാപി എന്നുള്ളതാണ്. എല്ലായിടത്തും ഒരേ സമയത്ത് അറിയുവാൻ കഴിയുന്ന അവസ്ഥ. ഈ പരിശുദ്ധ ബന്ധത്തിൽ 139-ാം സങ്കീർത്തനത്തിന്റെ 7-10 വരെയുള്ള ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയും. 131-ാം സങ്കീർത്തനം 7-10 വരെയുള്ള വാക്കുകൾ. അവിടെ ഇതിന്റെ എഴുത്തമ്മ ദാവീദ് പറയുന്ന വാക്കുകളാണ്. നിന്റെ ആലിനെ ഒളിച്ച് എവിടേക്ക് പോകും? യൂസന്റെ വിട്ട് ഞാൻ ഇവിടേക്ക് ഓടും. ഞാൻ സ്വർഗ്ഗത്തിൽ നീ അവിടെയുണ്ട്, പാതാളത്തിലെ വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ സമുദ്രത്തിന്റെ അറ്റത്ത് പാർത്താൽ അവിടെയും നിന്റെ കൈ നടത്തും. നിന്റെ വകൈ എന്നെ പിടിക്കും. ഇവിടെ ദാവീദ് പറയുന്ന വാക്കുകളാണ്. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഓടും? ഞാൻ എവിടെ ചെന്നാലും നീ ഉണ്ട്. ഞാൻ എവിടെ വരും? നിന്റെ ആത്മാവ് അവിടെ ഉണ്ട്. ആത്മാവിനെ വിട്ട് പോയി ഓടി ഒളിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എവിടെ ചെന്ന ആത്മാവുണ്ട്, സർവ്വവ്യാപിയാണ്. 4 സവിശേഷതകൾ ആത്മാവിനുണ്ട്. ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവത്തിന് മാത്രം സവിശേഷതകളാണ് ഈ പറയപ്പെടുന്ന 4 കാര്യങ്ങൾ. 1 നിരത, 2 സർവജ്ഞാനി എന്നുള്ള സർവശക്തൻ എന്നുള്ള പ്രത്യേകത, സർവവ്യാപി എന്നുള്ള ആ നിശ്ചയമായ അവസ്ഥ. ഇത് 4ഉം ഇന്നർക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരും ദൈവമാണ് സമ്മതിക്കേണ്ടി. ഈ 4ഉം അവകാശപ്പെടാൻ കഴിയുന്ന നമുക്ക് ചരിത്രത്തിൽ വേറെ കാണുവാനായിട്ട് കഴിയുന്ന ദൈവത്തിന് സവിശേഷതയിരിക്കുന്നു. ആകയാൽ ഈ 4 വിശേഷതകളും പരിശുദ്ധാത്മാവിനും ഉണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് എന്ന് ഈ വിശുദ്ധ ബൈബിളിലൂടെ മനസ്സിലാക്കാനായിട്ട് മറ്റൊരു പരിശുദ്ധാത്മാവിന്റെ ദൈവത്തെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ചില പ്രവൃത്തികൾ, ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ, ദൈവത്തിന് സാധിക്കുന്ന ചില പ്രവൃത്തികൾ, അതും പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. അതിലൂടെയും നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. വേദപുസ്തകം പഠിച്ചാൽ ഉള്ള ബന്ധത്തിൽ ദൈവാനുഷ്ഠാവ് എന്ന് പറയുന്നു. ഉൽപ്പത്തി പഠിച്ചു നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാക്കാം, ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്, മനുഷ്യരായ നമ്മയും സൃഷ്ടിച്ചത് യഹോവയായ. എന്നാൽ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് യോഹന്നാൻ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അകലവും അഭാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞ സകലത്തിന്റെയും സൃഷ്ടാവ് യേശുക്രിസ്തുവാണ്, പുത്രനാണ് എന്ന് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ പിതാവ് സൃഷ്ടാവ്, പുത്രനാണ് സൃഷ്ടാവ്, പുത്രനാണ് സകലയും സൃഷ്ടിച്ചത്. കൊലോസ്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ യേശു സകല സൃഷ്ടികളുടെയും ആദ്യജാതൻ പറയുന്നത് വഴി സകല സൃഷ്ടിയും പിന്നിൽ സൃഷ്ടാവായി യേശുക്രിസ്തുവായിരുന്നു എന്നുള്ളത് പിന്നെയും പ്രവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്, മനുഷ്യരായി നമ്മയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഞാനൊരു വാക്യം പഴയ നിയമത്തിൽ യോബ് 33-ാമത്തിന്റെ 4-ാമത്തെ വാക്യം, അവിടെ യോബ് പറയുന്ന ചിലക്കുകൾ കാണാനായിട്ട് യോബ് 33:4 യോബ് തന്നെ കുറിച്ച് പറയുമ്പോൾ പറയുക, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവ്വന്റെ ശ്വാസം എനിക്ക് തരുന്നു. അവിടെ യോബ് പറഞ്ഞ വാക്കുകൾ അധികം എന്നെ സൃഷ്ടിച്ചത് ആരാണ്? പുസ്തകിച്ചാൽ പിതാവായ ദൈവമാണ് അത് സൃഷ്ടാവെന്നും യോഹന്നാന്റെ സുവിശേഷത്തിലേക്കും മറ്റും വരുമ്പോൾ പുത്രനാം ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവ് മനസ്സിലാക്കാം. ഉളവായത് ഒന്നും കൂടാതെ ഉളവായതല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ യോ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്ന് പറയും. യോബ് സൃഷ്ടാവ് ദൈവത്തിന്റെ ആത്മാവാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 വ്യക്തിത്വങ്ങളും കൂടെ ഏക ദൈവത്തല സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ പറയട്ടെ,
മുതൽ ദൈവത്തിന്റെ റോൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ 3 വ്യക്തിത്വം അതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൃഷ്ടിയോടുള്ള ബന്ധമുണ്ട്, നമ്മുടെ ബന്ധത്തിലുണ്ട്, പിതാവിന്റെയും പങ്ക്. അത് ഞാൻ ഇങ്ങനെ പറയാം. പിതാവായതും യോഹന്നാന്റെ 16 പറയുന്നു, മനുഷ്യൻ നശിച്ചു പ്രാപിക്കുന്ന തന്റെ പുത്രൻ ലോകത്തെ സ്നേഹിച്ചു. പിതാവ് പുത്രനെ ലോകത്തെ അയച്ച് മനുഷ്യർക്ക് രക്ഷയൊരുക്കി. പുത്രൻ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ജീവനെ തരുവാനായി തന്നെ ഏൽപ്പ രക്ഷ ഒരുക്കി. ഇന്ന് പരിശുദ്ധാത്മാവ് രക്ഷയോടുള്ള ബന്ധത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലയിൽ രക്ഷയുള്ള ബന്ധത്തിലും ദൈവത്വത്തിന്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ വീണ്ടും ബന്ധത്തിൽ ഭാവികാല പരിപാടിയിൽ ഇന്ന് ദൈവീക പ്രവൃത്തികൾ ഇരുവഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവീക സൃഷ്ടിയിൽ സൃഷ്ടായി ഉണ്ട് എന്ന് യോബിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട്. പിന്നീട് ജീവൻ തരാൻ കഴിയുന്ന അതും ദൈവത്തിന് മാത്രമാണ്. ജീവൻ തരാനും ജീവൻ എടുക്കാനുള്ള അധികാരവും അവകാശവും ജീവന്റെ ദാതാവായ ദൈവത്തിന് മാത്രമുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാശയം അവിടെ ലഭിക്കുന്നു. യോഹന്നാൻ 6:23 ജീവിപ്പിക്കുന്നത് ആത്മാവ് ആകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. യോഹന്നാൻ 6:63 ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. പഴയതിൽ നമുക്കറിയാമല്ലോ, പുസ്തകം 2 അധ്യായത്തിലാണ് ഇതിനെ സൃഷ്ടിച്ച ആ വർണ്ണന നമുക്ക് ലഭിക്കുന്നത്, അതിന്റെ വിശദീകരണങ്ങൾ രേഖപ്പെടുത്തുന്നത്. അത് വാക്യത്തിലേക്ക് വരുന്നതിന്റെ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ച അവന്റെ ജീവാസമുതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവിതത്തെ സൃഷ്ടിച്ച് ജീവശ്വാസമുതി, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവ് എന്ന് അവിടെ നമുക്ക് കഴിയും. അപ്പോൾ മനുഷ്യനായി തീർന്നു, ജീവൻ ദേഹിയായി തീർന്നു. ജീവൻ തരുന്നുള്ള ബന്ധം പരിശുദ്ധാത്മാവിന്റെ പങ്കായിട്ട് കഴിയുന്നു. അപ്പം ദൈവത്തിന്റെ ആത്മാവ് ജീവിപ്പിക്കുന്നു, ജീവൻ തരുന്നു. അവിടെയും ദൈവം തരുന്ന ജീവൻ പരിശുദ്ധാത്മാവ് വിപ്പിക്കുന്നു പറയുക വഴി പരിശുദ്ധാത്മാ ദൈവമാണ് എന്നുള്ള ആശയം വളരെ വ്യക്തമായി ലഭിക്കുകയാണ്. ഒന്നാമത് നമുക്കറിയാം, വേദപുസ്തകത്തിൽ അനേക പ്രവചനങ്ങൾ, ഈ പ്രവചനങ്ങൾ ആരിലൂടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയത്? ദൈവം ചില ആളുകൾ ഉപയോഗിച്ചു, ദൈവാത്മാരെ ഉപയോഗിച്ചു, പ്രവാചകന്മാർ അവരെ കുറിച്ച് നമുക്ക് പറയാം. എന്നാൽ അവരിലൂടെ ഈ പ്രവചനങ്ങളൊക്കെ എഴുതി തന്നപ്പോൾ അത് എങ്ങനെ വന്നാണ് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, പത്രോസിയ 2 ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ കൽപ്പയാൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംഭരിച്ചതത്രേ. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പ്രവചനം എങ്ങനെ വന്നതാ? മനുഷ്യത്താൽ വന്നത്. പിന്നെ ദൈവനെയാൽ വിചാരിച്ചതാണ്, മനുഷ്യ എഴുതിയതാണ്. അതാണ് പരിശുദ്ധാൽ നിയോഗം പ്രാപിച്ചിട്ട് സംഭവിച്ചതാണ്. ഇവിടെയും പരിശുദ്ധത്താലാണ് പ്രവചനം വന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് യാഥാർത്ഥ്യങ്ങൾ മനുഷ്യർക്ക് ദൈവസന്മാർക്ക് ഇതുവായിട്ട് കഴിഞ്ഞത്. 2-ാം അധ്യായത്തെ 2 വാക്യങ്ങളുടെ ബന്ധത്തിൽ ഞാനൊന്ന് വായിക്കാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 20 അധ്യായം 2 വാക്യങ്ങൾ. യഹോവയുടെ എന്നിൽ സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിലിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു, ഇസ്രായേലിൻ എന്നോട് അരുളി ചെയ്തു. അതിനെ നീതിമായി ഭരിക്കുന്നവൻ, ദൈവത്തോടെ വാഴുന്നവൻ. എന്ന തുടക്കം ശ്രദ്ധിച്ചു കാണുമല്ലോ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു. ദൈവത്തിന്റെ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു. ആരാ സംസാരിച്ചത്? യഹോവയുടെ ആത്മാവാണ് എന്നിൽ സംസാരിക്കുന്നത്. ദാവീദ് പറയുന്ന വാക്കുകളാണ് ഈ പുസ്തകത്തിൽ, ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. അപ്പൊ അവിടെയും ദൈവത്തിന്റെ ആലോചനകള്, ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് തരുന്നത്. ദൈവാത്മാവിന്റെ നിയോഗപ്രകാരമാണ് പ്രവചനം വന്നിരിക്കുന്നത്. വേദപുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്ന വേദപുസ്തകത്തെ കുറിച്ച് പറയുന്നത് ദൈവം ശ്വസിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ആ നിലയിൽ പ്രവചനത്തോടുള്ള ബന്ധത്തിലും ദൈവീക അരുളപ്പാടുകളോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ വചനത്തോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ വളരെ വ്യക്തമായി തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ നാം കണ്ടത്. ഒന്ന്, ദൈവത്തിന് മാത്രമുള്ള സവിശേഷതകൾ അത് പരിശുദ്ധാത്മാവിനുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില പ്രവൃത്തികൾ, സൃഷ്ടിപ്പ്, ജീവൻ തരുന്നത്, ദൈവത്തിന്റെ വചനം തരിക, ദൈവത്തിന്റെ അരുളപ്പാട് തരിക, പ്രവചനം തരിക. ഈ നിലയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കാണുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമായി തെളിയിച്ചു തരുന്നു. ഇനി 3-ാമത് മറ്റൊരു മേഖല, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ നമുക്ക് മനസ്സിലാക്കുന്നതിന് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേര് ഒന്നിച്ച് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ. പുതിയ നിയമത്തിൽ അത് അനേക ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിതാവിനോടും പുത്രനോടും ചേർത്ത് പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം, നമുക്കെല്ലാം അറിയാവുന്നതാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം ഒന്നെടുത്ത് വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു വലിയ ദൗത്യമാണ്. ഭൂലോകമൊക്കെ പോയി സകലരെയും ശിഷ്യരാക്കണം. അവിടെ പോകുമ്പോൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, വചനം പറയണം, സുവിശേഷം പറയണം. 2, അത് വിശ്വസിച്ച് വരുന്നവരെ സ്നാനപ്പെടുത്തണം. 3, അവരെ വീണ്ടും ദൈവവചനത്തിലെ ഉപദേശങ്ങൾ പഠിപ്പിച്ച് അത് പ്രമാണിക്കത്തക്ക വിധത്തിൽ അവരെ ശിഷ്യരാക്കണം. ഇങ്ങനെ 3 നിർദ്ദേശങ്ങൾ ആ ഭാഗത്ത് പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് സ്നാനം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നാനപ്പെടുത്തേണ്ടത്. വേദപുസ്തകത്തിൽ ഈ സ്നാനം കർത്താവിൻ്റെ കൽപ്പനയായിട്ട് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത് എന്നുള്ളതും മറ്റു പല ഭാഗങ്ങളിലൂടെയും വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതോട് ബന്ധപ്പെട്ട് ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ. രക്ഷിക്കപ്പെടാതെയുള്ള സ്നാനം അത് ഏത് കാലത്ത് ഏൽക്കുന്നതാണെങ്കിലും അത് വചനത്തിന് വിരുദ്ധമാണ്. അത് യേശുക്രിസ്തു തന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു പ്രമാണമായിട്ടിരിക്കുന്നു. അതുകൊണ്ടത് ദൈവവചനാനുസരണമുള്ളതല്ല. കർത്താവിൽ വിശ്വസിച്ച് സുവിശേഷം കേട്ട് ദൈവവചനത്താൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. അത് കൂടുതൽ വിശദമായിട്ട് മറ്റു പല ഭാഗങ്ങളിലൂടെ പഠിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ളതായതുകൊണ്ട് അതിൻ്റെ കൂടിയ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ ഇങ്ങനെ പറയട്ടെ, സ്നാനം എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നിടത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 3 പേരും പറയുന്നുണ്ട്. പിതാവിൻ്റെ പേരുണ്ട്, പുത്രൻ്റെ പേരുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പേരുണ്ട്. പക്ഷെ അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഈ 3 പേരൂടെ പറഞ്ഞിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും 3 പേരുണ്ട്. ബഹുവചനമാണ്. നാമങ്ങളിൽ എന്നാ പറയേണ്ടത്. പക്ഷെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ നെയിം ഓഫ്, നാമത്തിൽ. ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാമർ മിസ്റ്റേക്കാണോ ഇവിടെ വന്നിരിക്കുന്നത്? വ്യാകരണ പെശകാണോ? 3 പേര് പറഞ്ഞിട്ട് 3 കൂടെ ചേർത്ത് ഏകവചനത്തിലാണ്, നാമത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് തെറ്റുപറ്റിയതല്ല. ഈ പുസ്തകം അനേക ദൈവദാസന്മാരെ കൊണ്ട് എഴുതിച്ചെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ പരിശുദ്ധാത്മാവിന് വ്യാകരണ പെശക് പറ്റിയതല്ല. വളരെ കൃത്യമായി ഒരു സത്യം വെളിപ്പെടുത്തുകയാണ് ഈ പ്രയോഗത്തിലൂടെയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരുകളുണ്ട്, 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷേ ഇത് 3 കൂടെ ചേരുന്ന ഏകനാമം എന്നാ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെയും ഇത് 3ഉം 1 എന്നുള്ള ആ സത്യത്തെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ പിതാവിനോട് ചേർത്ത് പുത്രനോട് ചേർത്ത് തുല്യ പങ്കാളിയായി പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാമത്തെ 14-ാമത്തെ വാക്യത്തിലും ഈ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ കണ്ടത് ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു വലിയ നിയോഗമാണ്, അപ്പോസ്തോലിക് കമ്മീഷൻ എന്ന് നമുക്കതിനെ പറയാം. എന്നാൽ അടുത്ത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ആശീർവാദമാണ്, അപ്പോസ്തോലിക് ബെനഡിക്ഷൻ. അത് ഞാനൊന്ന് വായിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്ന വാക്കുകളാണ്. എല്ലാവരെയും ആശീർവദിക്കുകയാണ്. ആശീർവദിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ ശ്രദ്ധിക്കുക. 1, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഇത് 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നിടത്ത് പുത്രനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു അത് പുത്രനെ കുറിച്ചാണ്, ദൈവത്തിൻ്റെ സ്നേഹം അത് പിതാവിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഇവിടെയും ഈ 3 പേരെയും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. പിതാവിനോടും പുത്രനോടും ചേർത്ത് പരിശുദ്ധാത്മാവിനെയും പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം നമുക്കിവിടെ കാണാം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്.
ഈ 3 പേരുകൾ പറഞ്ഞപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നിടത്ത് ആ ഓർഡറിലല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് പുത്രന്റെ പേരാ, യേശുക്രിസ്തുവിന്റെ പേരാ. രണ്ടാമത് ദൈവത്തിന്റെ, പിതാവിന്റെ പേര്, പിന്നീട് പരിശുദ്ധാത്മാവിന്റെ പേര് എന്ന് പറഞ്ഞ ക്രമം ഒന്ന് മാറി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളത് ദൈവസഭയ്ക്ക് കൃപാവരങ്ങൾ തരുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. കൃപാവരം എന്നുള്ളതും പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നു. അതുകൊണ്ട് വിശദമായിട്ട് നമ്മുടെ ഈ പഠനത്തിൽ മുൻപോട്ട് വരുന്നുണ്ട്. എന്നാൽ അത് തരുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 12:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്കണം, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഇത് പറഞ്ഞിരിക്കുന്നിടത്ത് ഈ 3 പേരുകളും വന്നിട്ടുണ്ട്. പിതാവ് വന്നിട്ടുണ്ട്, പുത്രൻ വന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ആത്മാവ്, പുത്രൻ, പിതാവ് എന്ന ഓർഡർ വന്നിരിക്കുന്നത് ഇവിടെയും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിരിക്കുന്നു. അതുകൊണ്ട് പിതാവിനും പുത്രനും തുല്യമാണ് പരിശുദ്ധാത്മാവ് എന്ന ആശയം ഇരിക്കുന്നു. എന്നാൽ അതിനൊരു മറുവശമായിട്ട് ഞാൻ പറയട്ടെ, ഓർഡർ ഒന്ന് മാറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വേദപുസ്തകത്തിൽ മറ്റനേക ഭാഗങ്ങളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ 3 പേരുകൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ലേഖനങ്ങളൊക്കെ പഠിച്ചാൽ പലതവണ ആവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രയോഗത്തിലൂടെയും പിതാവിനും പുത്രനോടും തുല്യനാണ് പരിശുദ്ധാത്മാവ് എന്ന ആശയം ലഭിക്കുന്നു. ചിലരൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവീക തൃത്വത്തിലെ ഒന്നാമനാണ് പിതാവ്, ദൈവീക തൃത്വത്തിലെ രണ്ടാം പുത്രൻ, ദൈവീക തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നാം ആ നിലയിലൊക്കെ പറയുന്നു എന്നുള്ളത് ശരി. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഒന്നാമനെന്നോ രണ്ടാമനെന്നോ മൂന്നാമനെന്നോ ഉള്ള വേർതിരിവ് ഒന്നുമില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യ പങ്കാളിത്തമുള്ളവരായിട്ട് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വൈവിധ്യങ്ങളുണ്ട്, എന്നാൽ വ്യക്തിത്വത്തോടുള്ള ബന്ധത്തിലും ദൈവത്വത്തോടുള്ള ബന്ധത്തിലും യാതൊരു വ്യത്യാസവുമില്ല. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് എന്നിങ്ങനെ ഗ്രേഡ് വ്യത്യാസം ഒന്നുമില്ല, റാങ്ക് വ്യത്യാസങ്ങൾ ഒന്നുമില്ല. തുല്യ പദവികളുള്ളവരായി തിരുവെഴുത്ത് പറയുകയാണ്. അത് ഈ ക്രമം പല നിലകളിൽ പറഞ്ഞിരിക്കുന്നതിലൂടെ വെളിപ്പെട്ടും വരുന്നു, തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഒരിടത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു, ഒരിടത്ത് പുത്രൻ, പിതാവ്, ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു, ഒരിടത്ത് ആത്മാവ്, പുത്രൻ, പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഈ 3 വ്യക്തിത്വങ്ങളെയും ക്രമം മാറ്റി പലയിടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേതാ ഒന്നാമൻ, ഇതിലാരാ രണ്ടാമൻ, ഇതിലേതാ മൂന്നാമൻ എന്ന് നമുക്ക് വേർതിരിച്ചു പറയാൻ കഴിയുന്നില്ല. ദൈവീക തൃത്വത്തിലെ 3 വ്യക്തിത്വങ്ങളും വ്യക്തിത്വത്തോടുള്ള ബന്ധത്തിലും ദൈവത്വത്തോടുള്ള ബന്ധത്തിലും തുല്യത അവകാശപ്പെടാൻ കഴിയുന്നവരാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായി 3ാമത്തെ തെളിവാണ് കണ്ടത്. ഒന്നാമത് നമ്മൾ കണ്ടത് ദൈവിക ഗുണസവിശേഷതകൾ പരിശുദ്ധാത്മാവിനുണ്ട്. രണ്ടാമത് കണ്ടു ദൈവിക പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്തതായി നാം കാണുന്നു. മൂന്നാമത് പിതാവിനോടും പുത്രനോടും ചേർത്ത് പരിശുദ്ധാത്മാവിന്റെ പേരും പറഞ്ഞിരിക്കുന്നു. അതിലൊന്ന് അപ്പോസ്തോലിക് കമ്മീഷനാണ്, 2 അപ്പോസ്തോലിക് ബെനഡിക്ഷൻ, മൂന്നാമത്തത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ചർച്ച്, സഭയിലെ അഡ്മിനിസ്ട്രേഷനോട് ബന്ധപ്പെട്ട് നൽകപ്പെട്ട കൃപാവരങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ. ഇങ്ങനെയും പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി 4ാമത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ 1-2 ഭാഗത്തെ പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്ക് പഴയ നിയമത്തിലുള്ളൂ. അത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതാണ് ആ വേദഭാഗം. പുതിയ നിയമത്തിലാണ് പരിശുദ്ധാത്മാവ് എന്ന വാക്ക് അനേക പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത്. പഴയ നിയമത്തിൽ തന്നെ 2 ഭാഗത്ത് 3 പ്രാവശ്യം. എന്നാൽ മറ്റു പല വാക്കുകൾ, മറ്റു പല പേരുകൾ തൻ്റെ സ്വഭാവത്തെയും പിതാവിനോടും പുത്രനോടും അതുപോലെ മനുഷ്യരായ നമ്മോടുമുള്ള വിവിധങ്ങളായ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്ന നാമങ്ങൾ പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ടുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെയേറെയുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരികെ സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ഇത് ആര് പറയുന്നതാ, ആരോട് പറയുന്നതാ എന്നൊക്കെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം വായിച്ചാൽ നമുക്കറിയാം. അപ്പോൾ അവൻ അരുളി ചെയ്തത്, ആര്? ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പം കർത്താവ് ഇത് പറയുന്നത്, കർത്താവ് എന്ന അതിൻ്റെ മുകളിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് യഹോവയായ ദൈവം, പുത്രനായ ദൈവം എന്നൊക്കെ നമുക്കത് വിശകലനം ചെയ്ത് പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. ഈ കർത്താവ് യെശയ്യാവിനോട് പറയുകയാണ്, നീ ചെന്ന് ജനത്തോട് ഇങ്ങനത്തെ അരുളപ്പാടുകൾ കൊടുക്കണം, പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തി. അതിപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ ഇതേ കാര്യം പുതിയ നിയമത്തിലൊന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിലെ 25 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഈ കാര്യം എടുത്ത് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചു മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയുക എന്നിങ്ങനെ. അടുത്ത് ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ കർത്താവാണ് യെശയ്യാവിനോട് പറഞ്ഞത്, നീ പോയി ഇങ്ങനെയൊക്കെ പറയണം, പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുതന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എടുത്തെഴുതിയിരിക്കുക, ലൂക്കോസ് എഴുതിയിരിക്കുക പൗലോസ് പറഞ്ഞതായിട്ട്. അപ്പോൾ പൗലോസ് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പൗലോസ് പറയുന്നത്? ഈ കാര്യങ്ങൾ അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞു എന്ന് അന്നത്തെ യഹൂദ ജനത്തോട് പറയുകയാണ്. അപ്പം പിതാക്കന്മാരോട് ആരാ പറഞ്ഞത്? യെശയ്യാവിലൂടെയാണ് പറഞ്ഞത്. യെശയ്യാവിലൂടെ ആരാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു. പഴയ നിയമത്തിൽ യെശയ്യാവിനോട് പറഞ്ഞത് കർത്താവാണെന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവിലൂടെ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ജനത്തിന് അരുളപ്പാട് കൊടുത്തത് യെശയ്യാവിലൂടെ കർത്താവാണോ പരിശുദ്ധാത്മാവാണോ? ഈ രണ്ട് ഭാഗങ്ങൾ വായിച്ചാൽ രണ്ടായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അത് രണ്ടും രണ്ടല്ല, ഒരേ ആശയം തന്നെയാണ്. പഴയ നിയമത്തിലെ ഈ കർത്താവ് തന്നെയാണ് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു തെളിവ് കൂടിയാണ്. പഴയ നിയമത്തിൽ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ യഹൂദന്മാരോട് സംസാരിച്ച കാര്യം എടുത്തു പറയുമ്പോൾ പറയുന്നു, യെശയ്യാവിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തു. ആ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം ഈ ഉദ്ധരണിയിലൂടെയും ഇവിടെ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്ന ആ വാക്കിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇതുപോലെ തന്നെ പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് താരതമ്യം ചെയ്ത് പഠിച്ചാൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മോശയ്ക്കെതിരെ പിറുപിറുക്കുക, അവർ മോശയ്ക്കെതിരെ മത്സരിക്കുക. അപ്പോൾ ആ കാര്യം പറയുമ്പോൾ മോശ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ ആരെയാണ് പരീക്ഷിക്കുന്നത്? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പോൾ വാസ്തവത്തിൽ ഇസ്രായേൽ ജനം അവരുടെ മരുഭൂമി യാത്രയിൽ മോശയ്ക്കെതിരെ പരാതിപ്പെടുകയും പിറുപിറുക്കുകയും ഞങ്ങളെ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ നിലയിലുള്ള പരുഷമായ വാക്കുകളും ഒക്കെ പറഞ്ഞപ്പോൾ മോശ അവരോട് പറഞ്ഞത്, എന്നെയല്ല പരീക്ഷിക്കുന്നത്, നിങ്ങൾ യഹോവയാണ് പരീക്ഷിക്കുന്നത്, യഹോവയായ ദൈവത്തെയാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത്. ഇതേ കാര്യം പുതിയ നിയമത്തിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 7 മുതൽ 9 താഴോട്ടുമുണ്ട്. നമ്മൾ ആ ആശയം മാത്രം കിട്ടാൻ വേണ്ടി ഞാൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച്
പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ. പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ അന്ന് എന്നെ പരീക്ഷിച്ചു. അവിടെ എടുത്തു പറയുക, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ആരായി പറയുന്നത്? എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആര് പറയുന്നതായിട്ട് എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ ആരാ പറഞ്ഞത്? മോശ പറയുകയാണ്, നിങ്ങൾ എന്നെയല്ല, നിങ്ങൾ പരീക്ഷിക്കുന്നത് യഹോവയെയാണ്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ പരീക്ഷിച്ചത് എന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പഴയ നിയമത്തിൽ ഈ ഇസ്രായേൽ മക്കള് പരീക്ഷിക്കുകയും മത്സരിക്കുകയും പിറുപിറുക്കുകയും ഒക്കെ ചെയ്തത് യഹോവയായ ദൈവത്തോടാണ് എങ്കിൽ, ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറയുകയാണ്, നിങ്ങൾ അന്ന് പരീക്ഷിച്ചത് അല്ല, നിങ്ങളുടെ പിതാക്കന്മാർ മത്സരിച്ചത് പിറുപിറുത്തത് എന്നോടാണ് എന്ന് പറഞ്ഞാൽ അതേ യഹോവയായ ദൈവം ഇവിടെ പരിശുദ്ധാത്മാവായി ഇവരുടെ മുൻപാകെ നിൽക്കുകയാണ്. ഇതിലൂടെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി എടുത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പല ഭാഗങ്ങളിലൂടെ ഈ സത്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവൂടെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് തിരുവെഴുത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായമാണ്. അത് വളരെ പരിചിതമായൊരു സംഭവമാണ്. ദൈവസഭയുടെ ആദ്യ കാലഘട്ടത്തിലെ തന്നെ ഒരു സംഭവം. അനന്യാസ് സഫീറ ദമ്പതികൾ, അവരോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെട്ട ചില വിധങ്ങളാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ സംഭവത്തിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഞാനിവിടെ പോകുന്നില്ല. എന്നാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയട്ടെ, അന്നത്തെ വിശ്വാസികളെല്ലാം അവർക്കുള്ള നിലമൊക്കെ വിറ്റ് പണമൊക്കെ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് കണ്ടപ്പോൾ ഇവർക്കും തോന്നി ഇവരുടെയും വസ്തു വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെക്കണമെന്ന്. പക്ഷെ അതേക്കുറിച്ച് അവിടെ പറഞ്ഞു വരുന്നിടത്ത്, എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ 1 നിലം വിറ്റു എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ അവിടെ 1 നിലമെന്നും ഒരംശം എന്നുമൊക്കെ പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ്. കൂടുതലും മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കൂടുതലും വിൽക്കാതിരുന്നിട്ട് 1 നിലം വിറ്റ് കിട്ടിയതിൽ തന്നെ കൂടുതൽ മാറ്റി വെച്ചിട്ട് ഒരംശം കൊണ്ട് കാൽക്കൽ വെച്ചു എന്നൊക്കെയുള്ള ആശയങ്ങൾ നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ആ നിലയിൽ ഒരംശം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് അവർ കാണിച്ച വ്യാജമാണ്. അതേക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പിന്നാലെ പറയുമ്പോൾ പറയുന്നത്, പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? പിന്നെ അതേക്കുറിച്ച് താഴോട്ട് വരുമ്പോൾ 4-ാം വാക്യത്തിൽ പറയുന്നത്, ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. അപ്പം പത്രോസ് എന്താ അവരോട് പറയുന്നത്? നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. വീണ്ടും അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ തൊട്ട് പുറകെ പത്രോസ് പറയുകയാണ്, നീ വ്യാജം കാണിച്ചത് മനുഷ്യരോടല്ല ദൈവത്തോടാ എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് ദൈവത്തോട് കാണിച്ച വ്യാജമാണെന്ന് പത്രോസ് അപ്പോസ്തലൻ അനന്യാസിനോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് ദൈവത്തോടുള്ള വ്യാജമായി കാണുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് സമം ദൈവം. പരിശുദ്ധാത്മാവിനെ ദൈവമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇതിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായി തിരുവെഴുത്ത് നമ്മുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ നിലകളിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദിയോടന്തം പഠിച്ചാൽ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എന്നാൽ കേവലം ഒരു വ്യക്തിയല്ല, പൂർണ്ണ ദൈവത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ദൈവമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനോടകം പല തെളിവുകൾ ആ ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് കാണുകയുണ്ടായി. ഞാനതൊന്നുകൂടെ ഇങ്ങനെ പറയട്ടെ. ഒന്ന്, ദൈവത്തിന് മാത്രമുള്ള ഗുണസവിശേഷതകൾ അത് പരിശുദ്ധാത്മാവിനുണ്ട്. നിത്യനാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. പരിശുദ്ധാത്മാവ് ദൈവീക പ്രവൃത്തികൾ ചെയ്തതായി സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, ജീവൻ തരുന്നതിനോടുള്ള ബന്ധത്തിൽ, പ്രവചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് ഇതോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചതായി നാം കാണുന്നുണ്ട്. അതുകൂടാതെ പിതാവിനോടും പുത്രനോടും ചേർത്ത് പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെയും പിതാവ്, പുത്രൻ,
അവർക്ക് തുല്യ റാങ്കിൽ തന്നെ, തുല്യതയോടുകൂടി തന്നെ പരിശുദ്ധാത്മാവിനെയും തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ആ നിലയിൽ അവർ തമ്മിൽ റാങ്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. തുല്യ പദവിയിൽ വ്യക്തിത്വവും ദൈവത്വവുമുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ പുതിയ നിയമത്തിലേക്ക് എടുത്ത് ഉദ്ധരിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവ എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുകയാൽ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ തെളിയിക്കപ്പെടുകൂടിയാണ് ചെയ്യുന്നത്. അനന്യാസിനോടുള്ള ബന്ധത്തിൽ പത്രോസ് പറയുമ്പോഴും പരിശുദ്ധാത്മാവിനോട് കാണിച്ച വ്യാജത്തെ ദൈവത്തോട് കാണിച്ച വ്യാജമായിട്ട് പറയുന്നു. പിന്നെ നമ്മൾ മറ്റു ചില ഭാഗങ്ങളൊക്കെ വായിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലൊക്കെ കർത്താവ് ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു എന്നൊക്കെ പറയുന്ന വേദവാക്യങ്ങളുണ്ട്. യോഹന്നാൻ 4:24 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമൊക്കെ വായിച്ചാൽ ആ നിലയിലും ചില തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിലുടനീളം പരിശുദ്ധാത്മാവിനെ ദൈവമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പഠിപ്പിക്കലാണ് തിരുവെഴുത്തിലുള്ളത്. ഞാൻ ഓർപ്പിച്ചല്ലോ, പരിശുദ്ധാത്മാവെന്ന വിഷയം സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കലുകൾ നിലനിൽക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തി തന്ന തിരുവെഴുത്തിലൂടെ അറിഞ്ഞ് ബോധ്യമായി നാം മുൻപോട്ട് പോകുവാനായിട്ട് കടപ്പെട്ടവരാണ്. ആ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവ സവിശേഷതകളും പ്രവർത്തനങ്ങളും നാം മനസ്സിലാക്കുമ്പോൾ ഇന്നും പരിശുദ്ധാത്മാവ് നമ്മോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, അനുഭവിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നു. തന്റെ ദൗത്യമൊക്കെ ഇവിടെ നിർവഹിച്ച് സ്വർഗാരോഹണം ചെയ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തന്റെ ജീവനെ തന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പിന്നീട് കർത്താവ് പോകുന്നതിന് അതിനു മുൻപ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്: ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നാം ചിന്തിച്ചാൽ നമുക്കറിയാം, 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ശിഷ്യന്മാരുടെ അരികിൽ കർത്താവ് ആയിരുന്നതുപോലെ ശരീര സാന്നിധ്യത്തിൽ ഇന്ന് കർത്താവ് ഇവിടെ ഇല്ല, നമ്മോടുകൂടെ ഇല്ല. എന്നാൽ ആത്മീയ സാന്നിധ്യമുണ്ട്. അതെങ്ങനെയാ ഇന്നിവിടെ പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്? മറ്റൊരു കാര്യസ്ഥനിലൂടെയാ. ആ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുന്നത് തൻ്റെ അതേ പദവിയോടുകൂടെ തന്നെയുള്ള മറ്റൊരു കാര്യസ്ഥനെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഏത് നിലയിൽ ദൈവമായിരുന്നോ അതേ നിലയിൽ ദൈവമായിരിക്കുന്ന മറ്റൊരു കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മളോടുകൂടി ഇരിപ്പാൻ അയച്ചു തന്നിരിക്കുകയാണ്. ആ നിലയിൽ പെന്തക്കോസ്ത് നാളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എന്നേക്കും ഇരിക്കാൻ ഭൂമിയിലേക്ക് അയച്ചു തന്നിരിക്കുകയാൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് അവരുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നു, ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ കഴിയുന്നു. ആ സമയത്തു തന്നെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വരികയും ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു നമ്മോടുകൂടെ ഇരിക്കുമ്പോൾ അതേക്കുറിച്ച് പറയുന്നതായി നാം വായിക്കുന്നുണ്ട്: ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വഴി നടത്തുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനിയും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്നുള്ള ചില ക്ലാസ്സുകളിലൂടെ ആ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാം. നമ്മോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവ് ഏതൊക്കെ നിലകളിൽ ഇടപെടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പഠനത്തിനായി അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമാണ്. ആ ദൈവത്വത്തെ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി തെളിയിച്ച് നൽകിയിരിക്കുന്നു. ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.